ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസേഴ്സ് സ്റ്റേജിലേക്ക് കഴിഞ്ഞു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും വേദിയിൽ കാണാൻ കാത്തിരുന്ന ഒരു വ്യക്തിയുടെയാണ്. ആക്ഷൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു പേര്, ഒരു ജനറേഷന് തന്നെ ആക്ഷൻ സിനിമകൾ കാണാൻ ശീലിപ്പിച്ച വ്യക്തി, മാഫിയ, ഏകലവ്യൻ, ദ കിങ്, കമ്മീഷണർ, നരസിംഹം, ആറാം തമ്പുരാൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച the one and only Shaji Kailas, the action hit maker. Ladies and gentlemen, please join me welcoming on stage the one and only Shaji Kailas. Shaji Kailas സിനിമകൾ എന്ന് പറയുന്നത് തീർച്ചയായും ഓരോ മലയാളിയുടെയും ഹരമാണ്, ഓരോ മലയാളിയുടെയും ആവേശമാണ്. നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് കാണുന്നത് ഷാജി കൈലാസ് സാറിന്റെ സിനിമകളാണ്. And here we have the master director Shaji Kailas on the stage. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സിനിമയുടെ റൈറ്ററിനെയാണ്. നമുക്കറിയാം എന്നും നല്ല സിനിമകൾ ജനിച്ചിട്ടുള്ളത് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നാണ്. അത്തരത്തിൽ മലയാളത്തിലെ വളരെ ശക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ട്. അപ്പൊ ഷാജി കൈലാസ് വേദിയിലുണ്ട്. ഇനി ഈ കൂട്ടുകെട്ടിലെ AK സാജൻ എന്ന നമ്മുടെ തിരക്കഥാകൃത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമാണ്. നിറഞ്ഞ കൈയ്യടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Hearty welcome to you, sir. Inviting on stage the screenplay writer of the movie Varaval. സോ ഈ ഒരു കൈയടി പോലെ സത്യം പറഞ്ഞ, കാരണം ഇത്രയും പേര് കാരണമാണ് വരവെന്ന ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി നൽകി നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഈ സിനിമയെ കുറിച്ച് നമുക്ക് ആദ്യം ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. പറഞ്ഞില്ലേ? ഓക്കെ, ഡയറക്ടർ കുറച്ച് കഴിയുമ്പോ പറയണം. അപ്പൊ എല്ലാ സാജൻ സാറാണ്. അപ്പൊ AK സാജൻ സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തൊട്ട്. കാരണം ഒരു സൈഡിൽ ഷാജി കൈലാസ്, മറ്റേ സൈഡിൽ ജോർജ് ഷോഫ്. അപ്പൊ എന്താണ് ഇത്തവണ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? നമസ്കാരം. പ്രത്യേകിച്ച് ഒരു അവകാശബോധമില്ല. ഞങ്ങളുടെ കൂടി വരുമ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നിറങ്ങിയ ഡ്രൈവർ പറഞ്ഞു ഒരു വാക്കുണ്ട്, ഒരു ജോജു ചിത്രം എന്ന് പറഞ്ഞാൽ അടിയായി. ആ അടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി. ഒരടിയല്ല, 6 അടിയാണ് ഇവിടെ. 3 അടിക്കാണ്. പിന്നെ ഷാജിക്ക് വേണ്ടി ഒരു കഥ എഴുതുന്ന ഏത് എഴുത്തുകാരനും അഭിമുഖീകരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. കാരണം കടല് പോലെ എഴുതുന്ന സിനിമ ചെയ്ത സംവിധായകനാണ് ഷാജി. അപ്പൊ ഇനിയും മലയാളത്തിൽ നമ്മൾ അത്ര ജോത്സാറിന് എഴുതുമ്പോൾ എല്ലാ എഴുത്തുകാരും അഭിമുഖീകരിക്കുന്ന എന്നെപ്പോലെ തന്നെ എല്ലാവരും അഭിമുഖിക്കുന്ന പ്രശ്നമുണ്ട്. ഇത് എഴുതി എങ്ങനെ വലുതാക്കുന്നുള്ളൂ. അപ്പോൾ ഷാജി എന്നോട് പറഞ്ഞത് ചോദിച്ചുകൊണ്ടൊരു ഡേറ്റ് ഉണ്ട്, നമുക്കൊരു കഥ വേണം, കഥ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷാജി എന്നോട് പറഞ്ഞത് ഒരു സിനിമയുണ്ട്, ധ്രുവം പോലെ. ഞാൻ പറയും ഈ കാലത്ത് ഇനി ധ്രുവം പോലെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അതിൻ്റെ ആശയം എടുത്തുകൊണ്ട് സിനിമ ചെയ്യും. എനിക്കറിയാവുന്നുണ്ട് ഒരുപാട് സമയമെടുത്തു ഈ കഥ എഴുതാൻ. ഷാജി ഞാൻ എഴുതിയേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വാചകമടിയിൽ എനിക്ക് വിശ്വാസമില്ല. ഈ സിനിമ ഒരു സക്സസ് സെലിബ്രേഷൻ ആണ്. കുറേ കൂടി വാചാലമടിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഗാനങ്ങൾ പ്രസന്റ് ചെയ്യാനാണ്. ഷാജി ഓർക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ ചിത്രത്തെ നിർമ്മാതാക്കളെ ഓർക്കുന്നത്, അവരില്ലെങ്കിൽ ഈ സിനിമ യാഥാർത്ഥ്യമാവില്ല. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് മറ്റിട്ടുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരുന്നത്. പിന്നെ ക്യാമറമാൻ ശരവണൻ, സംഗീത സമയം CSR, ഈ സിനിമയിൽ സഹകരിച്ച ചെറിയ ടെക്നീഷ്യന്മാർ മുതൽ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള സംഭാവന പോലെ വലുതാണ്. എല്ലാവരെയും നന്ദിയോട് പലരുടെയില്ല, എല്ലാവരും നന്ദിയോടെ സ്നേഹിക്കുകയും ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ ഇവക്കൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്. ഇതിനെയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എഴുതി വെച്ചത് എന്താണോ ഷാജി അതിന് മുകളിലാണ്, അത് നന്നായി ഒരു അഭിനയിച്ചിട്ടുള്ളതാണ്. ഇനി സിനിമ കാണാനുള്ള സിനിമയെ കാണാൻ പോകുന്ന പോലത്തെ കുറിച്ച് അധികം ഞാൻ പറഞ്ഞ് ഓർഡിരിക്കുന്നില്ല. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. താങ്ക് യു സർ. അപ്പൊ ഇനി നമുക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. കാരണം ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? വാട്ട് മെയ്ഡ് യു മേക്ക് ദിസ് മൂവി? നിങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ് വരവ്. ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആക്ഷൻ പടം. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന 2 പേരാണ്. ഒന്ന് ഷാജി സാറ്, രണ്ട് ജോഷി സാറ്. ഇതുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാറിൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു.
സാറിനെ മീറ്റ് ചെയ്തത്. പക്ഷെ സാറ് എനിക്ക് അനുകൂലമായ രീതിയിൽ നമുക്ക് നന്നായി ചെയ്ത് കളയാം വരവ് ഏറ്റെടുക്കാറുണ്ട്. അപ്പം തന്നെ എനിക്കത് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ ഇവിടം വരാൻ നല്ല രീതിയിലാണ്. ചില പൊതുവുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാലും അത് ഷായ് സാർ തന്നെ അതെല്ലാം ഏറ്റെടുത്ത് നമ്മളെ റിലീസിങ്ങിൻ്റെ 14-ാം തീയതി റിലീസിങ്ങാണ്. റിലീസിങ്ങിൻ്റെ അവിടെ വരെ എത്തിച്ചതിൻ്റെ മുഖ്യ കാരണം എൻ്റെ ഡയറക്ടർ ഷായ് സാറാണ്. അതിനോടൊപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് റൈറ്ററായ സാധന സാർ. അപ്പം ഇതൊരു ഒന്നൊന്നര വരവായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. അതെ, ഇതൊരു ഒന്നൊന്നര വരമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാള സിനിമയിലെ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. AK സാജൻ സർ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SN സ്വാമി സർ. SN സ്വാമി സാറും AK സാജൻ സാറും വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വലിയൊരു കൈ നൽകി ഏറെ ബഹുമാനത്തോടെ നമുക്ക് SN സ്വാമി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയുടെ ഒരു ഇതിഹാസമാണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് AK സാജൻ സാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ AK സാജൻ സാറും ഷാജി കൈലാസ് സാറും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SN സ്വാമി സാർ. എത്ര മനോഹരമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശിഷ്യൻ ഗുരുവിന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. ദിസ് ഇസ് എ സൈൻ ഓഫ് ഓൾ അവർ റെസ്പെക്ട്. SN സ്വാമി സർ, തീർച്ചയായും സാറിന് വളരെയധികം അഭിമാനവും സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം 2 ശിഷ്യർ ഒരുമിക്കുന്ന ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്. AK സാജൻ സാറും ഷാജി കൈലാസ് സാറും. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? പിന്നെ സാജൻ നാട്ടിലേക്ക് പറഞ്ഞ പോലെ അവരുടെ മുഖത്തെ സന്തോഷം ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും അല്ലാതെ ഡിസ്കഷൻ നടക്കുമ്പോഴൊക്കെ സാജനായിട്ടൊക്കെ സംസാരിച്ചതാണ്. അന്ന് അവർ എന്നോട് പറഞ്ഞ പല സംഭവങ്ങളും എനിക്കത് അന്ന് വളരെ ഒരു ഇതുണ്ടാക്കിയത് സന്തോഷം ഉണ്ടാക്കുന്ന പോലെ സിനിമയിൽ അതിന് എത്രയോ ഇരട്ടിയായി. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം മലയാളികൾ കാണാൻ പോകുന്ന നല്ലൊരു ആക്ഷൻ ത്രില്ലർ ഒപ്പം ഒരു നല്ലൊരു കഥയും ഉൾപ്പെട്ടതാണ് വരവ് എന്ന സിനിമ. അതിലാണ് സംശയിക്കുന്നത്. എൻ്റെ എല്ലാ താവുന്നതും എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. 1989 ഷാജിയുടെ ആദ്യത്തെ ഫിലിം ദി ന്യൂസ്. അതിനകത്ത് ഞാനാണ് പാടിയത്. ആ ബന്ധം തുടർന്ന് 2026 വരവ് ഈ ചിത്രത്തിലും എനിക്ക് 2 പാട്ടുണ്ട്. ഇതൊരു മെലഡി സോങ് ആണ്. മെലഡി എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ സോങ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ മുരുകന്റെ ഒരു പാട്ട് എനിക്ക് കാണുമല്ലോ. ആ മുരുകന്റെ ഒരു പാട്ടും ഉണ്ട് ഇതിനകത്ത്. ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സാം CS ആണ് RDXന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ സംഗീത സംവിധായകൻ. അപ്പൊ ഇത് എന്നെ കൊണ്ട് പാടിച്ച ഷാജിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സാജനും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു കുറച്ച് ഫൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചിത്രത്തില് ഒരു മെലഡി കിട്ടാൻ പ്രയാസമാണ്. ഇത് എനിക്ക് എൻ്റെ ഈ വർഷം കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ മെലഡി ആയിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഈ ഹാളിൻ്റെ ഒരു മുഴക്കം ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ ശരിക്കുള്ള ഒരു 4 വരി ഇതിൻ്റെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പാടാം. ലില്ലി മലരേ
എന്തിനകമേ ലില്ലി മലരേ എന്തിനകമേ ഒന്നു പിടയേ കണ്ണു നെഞ്ചു മുറിയേ പിന്നറിയേ ജന്മ വഴികൾ നിന്നിമറേ ഓ ദൂരെ പള്ളിമണിയുടെ നാദം മെല്ലെ മുഴങ്ങണ നേരം വന്നു തൊടുന്നൊരു കാറ്റായി കാലം. അങ്ങനെ പോകുന്ന ഒരു പാട്ടാണ്. അതിന്റെ ഒരു സുഖം അതിന്റെ വരികളിൽ കൂടാണ്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. ലില്ലി മലരെ എന്തിനകമേ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. പിന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടിയത് അറിയാമല്ലോ ഏതാണെന്ന്. നരസിംഹം എന്ന ചിത്രം. നിങ്ങൾ എന്താ ഒരു തണുപ്പ് തീരി, നിങ്ങൾ എല്ലാവരും ചൂടായില്ലേ? ആ, അപ്പൊ നിങ്ങളൊരു കയ്യടി തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് 4 വരികൾ പാടും. ഷാജി പാടിക്കട്ടെ. തില്ലം തില്ലം ധാങ്കണക്ക ചണ്ടമൃതങ്ങം മേലെ കാവിൽ കോലക്കാവടി വീലി കോലടി വണ്ടി പടയണി മേളം. എവിടെ കൈയടി? ഏതാങ്കണക്ക തില്ലം തില്ലം ധാങ്കണക്ക ചണ്ടമൃതങ്ങം മേലെ കാവിൽ ലൗഡ് 1 2 തില്ലം തില്ലം ധളങ്കണക്ക ചെണ്ടമൃതങ്ങ മേലെ കാവിൽ കോലക്കാവടി വീലി കോലടി വണ്ടി പടയണി മേളം. ഓ കാവടി മേളം. ഹേ നാട്ടുകച്ചക്കളരി കുങ്കടം ഹൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലം വിരിവെട്ടി ടോതരുകടകൊടു ഗിരിത്തടയും കാണും. ഓ കടകം കാണും. കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പുവലുണ്ടേ. കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പുവലുണ്ടേ. സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലൊയ്യങ്കാൽ തില്ലന മോഹനാമ്പാൾ. ഒരു പൊയ്ക്കാൽ കുതിരമേ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. വെങ്കിടേശ ഏതാക്കില്ല മൂക്കില്ല വായില്ല കുന്നില്ല ഭുജിപ്പിറന്നിക്ക് ദേവാലയത്തിലെ തൈമാനത്തിലെ കല്യാണത്തിൽ കറുകറുകൾ കറുത്ത മുട്ടോളോ ജാമീൻ കൊയ്തെടുക്ക് അങ്കമട് തട്ടാണ്ടക്കാമാരിയമ്മൻ കുടമട് അക്കുടമട്. ഏതാങ്കിണക്ക് ഏതാങ്കിണക്ക് ഏതാങ്കിണക്ക ദില്ലം ദില്ലം ധളാങ്കിണക്ക ചണ്ടമൃതങ്ങ മേലെ കാവിൽ കോലും കാവടി വീലി കോലടി പാണ്ടി പടയടി വേണം. ഓ കാവടി വേണം, ഓ കാവടി വേണം, ഓ കാവടി വേണം. യുവഷേരിന്റെ അതിന്റെ സ്വാമി സാറിന്റെ സാറിന്റെ ഒരുപാട് പടങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി ഫോർ സിംഗിങ്. ഈ വരവ് എന്ന ചിത്രത്തില് ഈ വരവ് ഒരു 1.5 വരവായിരിക്കട്ടെ, സിനിമയായാലും സാമ്പത്തികമായാലും. താങ്ക് യു. നമസ്കാരം. അങ്ങനെ പറയാനുള്ള ശേഷിയൊന്നും ഇല്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷാജി, സാജൻ. തീർച്ചയായിട്ടും അവരുപയോഗിക്കുന്ന സിനിമ ഗംഭീരമാകും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അതുപോലെ ആ സിനിമയ്ക്ക് മുതൽ മുടക്കിയിട്ടുള്ള ശ്രീ റിജി, എല്ലാവർക്കും ആശംസകൾ. സിനിമ ഗംഭീരമാകട്ടെ. കിൻഡൽ ഇടി എന്നുള്ളത് ടണ്ണിടിയായി മാറട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജ്യോതി ചേട്ടനും മാർഗം ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിന്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. മലവിൽ വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടാത്തതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ആൻഡ് ജൂലൈ
16th വരാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണാം. താങ്ക് യു. താങ്ക് യു. സോ പൊതുവെ സാനിയ എങ്ങനെയാണ് ആക്ഷൻ സിനിമകളൊക്കെ കാണാറുണ്ടോ? ആക്ഷൻ റോൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ഫുൾ ഓൺ ആക്ഷൻ റോൾ? തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാ നായകന്മാരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് ആക്ഷൻ സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെ. ഇതിൽ ഞാൻ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യെസ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. Hopefully very very soon. എനിക്ക് തോന്നുന്നു സാനിയുടെ ഇപ്പത്തെ ഒരു ഫിസിക് കൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ഫോർ എ വെരി വെരി ഗുഡ് ആക്ഷൻ ഹീറോയിൻ. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സോങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായ വിഷ്വൽസ് ആണ്, ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പം ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? ഷൂട്ടിംഗ് ഡേയ്സ് നമ്മളുടെ കൂടുതലും മൂന്നാറിലൊക്കെ ആയിരുന്നു. മൂന്നാർ, പിന്നെ പാല, ആ സൈഡിലായിരുന്നു ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ ക്വീൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേണ്ടിയിട്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകൻ ആയിട്ടാണ്. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? നല്ലായിരുന്നു. അർജുൻ ചേട്ടൻ്റെ ഇവിടെ നിൽക്കുന്ന ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ നല്ല അത്യാവശ്യം നല്ല കുറുമ്പയാണ്. അപ്പോൾ സെറ്റിന്റെ ഫുൾ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. യെസ്. അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജു ചേട്ടനെ, അതെ അർജുൻ ചേട്ടനെ. അപ്പം എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ. ശരിക്കും അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അർജുനെ. സോ താങ്ക് യു സോ മച്ച് സാനിയ. ഐ തിങ്ക് നൗ ഐ വിൽ ഗോ അഹെഡ് ആൻഡ് ഇൻവൈറ്റ് അർജുൻ അശോകൻ ഓൺ സ്റ്റേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സായി സാറിന്. ഒരു വീട്ടിൽ അപ്പം തന്നെ ഓടി വന്നു ഇങ്ങനെ ചെയ്യാൻ. ഇടയിൽ ചെറിയ പ്രശ്നങ്ങളെ കുറിച്ച് ഉണ്ടാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഏത് റോഡ് തന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷെ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് ചെയ്യണം, അത് മാത്രമുള്ള ആഗ്രഹം. പിന്നെ എനിക്ക് നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും, ദീപകേട്ടൻ, അസീസിക്ക, പിന്നെ ബോബിച്ചേട്ടൻ, ജോജു ഏട്ടൻ, പിന്നെ ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. ഞാൻ മറക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് തന്നിട്ടില്ല ആ സമയത്ത്. അപ്പൊ വളരെ സന്തോഷം. പിന്നെ രാജേട്ടൻ്റെ കൂടെ കുറെ പടം അങ്ങനെ അത് എന്താ പറയുന്നത് ആക്ച്വലി അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നു? കൊച്ചിക്കാരുടെ കൈയിടേക്ക് പ്ലീസ്. ഇത്ര നന്നായി നമ്മൾ ഇത്ര പറഞ്ഞിട്ട് പ്ലീസ്. വെച്ചാ കുറച്ച്. അപ്പൊ താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം കാണാൻ പറ്റിയാലും. പിന്നെ ഇത് ഞാൻ ചേരാൻ പല നടക്കുന്ന സ്ഥലമാണ്. എനിക്ക് ഗസ്റ്റായിട്ടും ഫീല് കിട്ടൂല. മാക്സിമം ഇങ്ങനെ വന്നു സംസാരിച്ചു പോയി. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പൊ ഞങ്ങള് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമുമായിട്ടാണ് തോന്നുന്നു അല്ലെ? ആക്ച്വലി സാനിയാണ്. അപ്പൊ അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ചൂണ്ടോട്ടുള്ള ബന്ധമാണ്. അപ്പോ അത് പറയുന്നത് പിന്നെ പറയാം. ആക്ച്വലി കുറേ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ഞാൻ എപ്പോഴും. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്തത്. നമസ്കാരം. സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിന്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കേരസ് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷൻ കഴിക്കുന്ന ഷോട്ടിന് ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ കളിക്കുന്ന അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛന്റെ കാലിൽ 5-4 നഖം വെട്ടി തരാന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയാറുണ്ട്. അപ്പൊ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറെയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചെലവാണ്. അപ്പോ ഞാൻ കുറേ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ
പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലും എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും. തീർച്ചയായിട്ടും വരും. സോ ഇവര് രണ്ടുപേരുടെയും ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് ഇവർക്ക് സിനിമയിൽ ഫൈറ്റ് സീൻ ഇല്ല എന്നുള്ളതാണ്. ദീപകിനുണ്ടോ? ഫൈറ്റ് സീനില്ല, പക്ഷെ ഫൈറ്റിൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയും. പിന്നെ സ്ലോ മോഷൻ കിട്ടിയല്ലേ, അത് പറയും. സ്ലോ മോഷൻ കിട്ടി, നല്ല സ്ലോ മോഷൻ. അത് സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ. എന്തായാലും ആ ട്രെയിലറിൽ കണ്ട സിഗരറ്റിന്റെ സീൻ അടിപൊളിയായിട്ടുണ്ട്. അല്ല, നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പുറകെ നോക്കിയാലും, കാരണം ഞാൻ ഈ പടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിന്റെ വീട്ടിൽ പണ്ട് ചാൻസ് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ് എഴുതുക, 3 സൈസ് ഫോട്ടോ, ഇങ്ങനെ 3 ഫോട്ടോ വെക്കണം, കൊണ്ടു കൊടുക്കണം. ഞാൻ പല ഇന്റർവ്യൂവിലും കൊണ്ടുണ്ട്. ഞാൻ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോകും, 2 പ്രാവശ്യം കൊടുത്തു. എപ്പോഴും അവിടെ ഒരു ചേച്ചി പറഞ്ഞു, സാർ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്, ഇതൊന്നും സാറ് കാണത്തത് പോലുമില്ല. ഇത് ചില സമയത്ത് ഞാനാണ് ഇത് എടുത്ത് കളയുന്നത്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ മോനെ ഒന്നീ സാറിന് നേരിട്ട് കണ്ട് ചാൻസ് ചോദിക്കണം, ഇങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ സാർ നോക്കിയാലായി, ഇല്ലെങ്കില്ല, സാറിന് തിരക്കറിയാമല്ലോ. പക്ഷേ ഇത് ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ സാർ എന്നെ ഈ വരവ് എന്ന സിനിമയിൽ എന്റെ സാർ നേരിട്ടാണ് എന്നെ വിളിച്ചത്. അത് ഈ പടത്തിന്റെ ഏറ്റവും, കാരണം ദീപക് പറഞ്ഞതുപോലെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഷാജി കൈലാസ് എന്ന അദ്ദേഹം സാറിന്റെ പടത്തിൽ ചെയ്തത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ ഈ പടം ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാവരും ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് പടം വിജയിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു കിൻഡല് ഇടി തന്നെ ആയിരിക്കും ജോർജ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഷാജി സാറിന്റെ പടത്തില് അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അന്ന് അവസരം എനിക്ക് AK സാറിന് മുന്നിൽ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ വന്നപ്പോൾ തന്നെ ഞാൻ ഉടനെ AK സാറിനെ വിളിച്ചത്, സാറ് ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്, സാർ അതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കണം. കാര്യം ഇതൊന്നും അങ്ങനെ ഇതൊക്കെ ഭാഗ്യമാണ്, സിനിമ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അസീസൊക്കെ ഞാൻ ക്ലിയറായിട്ട് അഭിനയിക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരവണൻ സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇതിനൊക്കെ അപ്പുറം ചോദിച്ചേട്ടൻ, ഞാൻ 2nd ക്ലാസ് യാത്രയിൽ ചോദിച്ചേട്ടൻ ഞാൻ വേറെ ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ എല്ലാ ലൊക്കേഷനിലാണ് കാണുന്നത്. വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എപ്പോഴും എല്ലാവരോടും ഒരേപോലെ, ആർട്ടിസ്റ്റുകളോടെല്ലാം തന്നെ ഒരേപോലെ പെരുമാറുകയും ഒരേപോലെ തന്നെ കരുതലോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ പടം എന്തായാലും തിയേറ്ററിൽ റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ലിഡി ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് കിണ്ടലടി എൻ്റെ കൺമണി വെച്ച് കിടന്നു, ഇടിക്കാൻ പറ്റില്ല. ഞാൻ അസിസിയെ നോക്കിയതാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇടിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഓണത്തിനിടെ കൂട്ടച്ചോടം എന്ന് പറയുന്നുണ്ട്, ജോസ് സാറെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ സാറിൻ്റെ പടത്തിലെ ഒരു വേഷം, ഒരു സീനാണെങ്കിലും അത് ഈ ഒരു അവസരത്തിൽ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഇങ്ങനെ അല്ലാണ്ട് ഒരു അവസരം അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഷാജി സാറെ താങ്ക് യു സോ മച്ച്. ജോജേട്ടാ താങ്ക് യു. പ്രൊഡ്യൂസർ എല്ലാവർക്കും, ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവർക്കും, ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചതിനും ഞാൻ ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. எல்லாருக்கும் நமஸ்காரம். இது இந்த 7th ஃபிலிம் வித் ஷாஜி சார். ஷாஜி சாரோட ஒர்க் பண்ணும்போது ஒரு ரெஃப்ரெஷ் பட்டன் ப்ரெஸ் செய்கிற மாதிரி இருக்கும். ஸோ தேங்க்யூ சார், ஜோதி சார், தேங்க்யூ ஸோ மச். താങ്ക് യു എവരിവൺ. വളരെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലേറ്റ് ആയതിന് സോറി. ഞാൻ ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാല ഷൂട്ടിംഗ് ഒന്ന് വന്നുകൊണ്ട് നല്ല ബ്ലോക്ക് കെട്ടിയോണ്ട് പോയി പോയതാണ്. എന്നെ ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ജോസ്. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നരച്ച പൊടിയൊക്കെ ജോസഫ് അഭിനയിക്കുന്ന സമയത്ത്
എന്നെ വിളിച്ച് പൊറിഞ്ഞു വയ്ക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോസ് സാറാണ്. അതിനുശേഷം ആരാണ് ചെയ്തു. ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോസ് സാറിന്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷാജി സാറിന്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അതിൽ ലാലേട്ടൻ്റെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചത്. അതിനു മുമ്പ് വല്യേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിന്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയാ, ഇതിൽ പല വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറ്. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിനൊരു ഭാഗമാവാൻ പറ്റിയതിൽ എല്ലാവരെയും പോലെ സന്തോഷിക്കുന്നു. താങ്ക് യു ഷാജി സാർ, പ്രൊഡ്യൂസർ സാഞ്ചേട്ടനായിട്ടുള്ളൊരു 10-30 വർഷമായിട്ടുള്ള ബന്ധമാണ്. തുടങ്ങിയ കാലം മുതൽ കരുതലോടുകൂടി നമ്മൾ നോക്കിയതിന് നന്ദി. അപ്പോൾ എല്ലാവരോടും ഒരു വരവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഒരുപാട് പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ള മഹാപ്രവർത്തകർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അതിനുള്ളൊരു നന്ദി ആദ്യം അറിയിക്കാൻ ഈശ്വരനോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള 2 മഹാന്മാരായ സംവിധായകരാണ് ജോഷി സാറും ഷാജി സാറും. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പടത്തിന്റെ ലോഞ്ചിൽ ഒരു ആശംസ അറിയിക്കാൻ കഴിയുന്ന വലിയ കാര്യമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട ജോർജേട്ടൻ്റെ സിനിമ കൂടിയാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ സിനിമ അതിന്റെ എല്ലാവർക്കും അറിയാം, ഒരു കോമ്പാക്ട് ആക്ടറാണ് ജോർജ്. അത് ഒരു ചുമറിയത്തിലൂടെയായാലും ഞാൻ എപ്പോഴും ജോർജിനോട് പറയും, ചേട്ടാ കുറച്ച് ഇമോഷൻസ് ഉള്ള കഥകൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ജോർജേട്ടൻ ചെയ്യണം. കാര്യം ജനങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ണമൊന്നും തന്നെ ഈ ആക്ഷനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തൊരു നടൻ ഇന്നിപ്പോ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടോ എന്നൊരു സംശയമാണ്. അപ്പൊ അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം തന്റെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ആ ആക്ഷനെ മലയാളത്തിന്റെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഷാജി സാർ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ ഒരു സിനിമയായി വരവ് മാറും. ജോർജേട്ടന്റെയും ഷാജി സാറിന്റെയും ഒരു മികച്ച വരവ് തന്നെയായി ഈ സിനിമ മാറണേ എന്ന് ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത മറ്റു 2 നടന്മാർ ബാലാജേട്ടനും സീസും ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും 1000 ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയ എല്ലാവരും വരവിന്റെ ഒരു വിജയത്തിന് വേണ്ടിയാണ്. ഷാജി കൈലാസിനെ കൂടെ പറഞ്ഞത് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്ത ഷാജി കൈലാസ് അടുത്തൊരു ഹിറ്റ് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഷാജി കൈലാസ് എന്ന വ്യക്തിയെ കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ കൃത്യം വർഷം പറയുന്നില്ല, അപ്പൊ പ്രായം പിടിക്കും, അതുകൊണ്ടാണ് മദ്രാശിയിലേക്ക് ഞാൻ ചെല്ലുന്നത്. അദ്ദേഹം താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഗുരുവിന്റെ കൂടെ സിനിമ ചെയ്ത് അങ്ങനെ ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഷാജി എന്നോട് പറഞ്ഞു, നമ്മൾ ഡയറക്ടേഴ്സാണ്, ഞാൻ ഡയറക്ട് ചെയ്യണം, ആദ്യം ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ നീ ആയിരിക്കും എൻ്റെ അസോസിയേറ്റ്, നീ ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അസോസിയേറ്റ് ഉള്ളത്. ഞങ്ങളോട് വെച്ച് വാക്ക് പറഞ്ഞു. ഷാജി ആദ്യമായിട്ട് ന്യൂസ് ചെയ്യാൻ പോകുന്നു. ഞാൻ സലീം അലി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് പറഞ്ഞു, നമ്മുടെ വാക്ക് പാലിക്കണം. അന്ന് മുതൽ ഷാജിയുടെ ന്യൂസ്, 2ാമത്തെ പടം സൺഡേ സെലക്ടിയും, 3ാമത്തെ പടം ഡോക്ടർ പശുപതി, 3 പടങ്ങൾക്കും ഞങ്ങൾ അസോസിയേറ്റായി നിന്നു. അസോസിയേറ്റ് എന്നൊക്കെ അങ്ങനെ ഒരു സഹോദര ബന്ധം വർഷങ്ങൾക്ക് ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഷാജിയെ കുറിച്ച് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 38 വർഷമൊന്നും വിചാരിക്കും, ഞാൻ മദ്രാസിയിൽ ചെന്ന് കാണുന്ന ഷാജി കൈലാസാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഷാജി കൈലാസ്. സിനിമയുടെ പകിട്ട് കണ്ടിട്ട് സ്വഭാവം മാറിയിട്ടില്ല. ആ എളിമയും ആ സ്നേഹവും ആ വിശ്വാസവും അതേപോലെ ഷാജി കൈലാസിനെ എനിക്ക് മരണം വരെ മറക്കാൻ കഴിയില്ല. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ സുഹൃത്തായിരിക്കും, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അങ്ങനെ അഭിപ്രായം പറയാനായിട്ടുള്ള ആളായിട്ടില്ല. സാറിൻ്റെ സിനിമകൾ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കണ്ട് ശീലിച്ച ഏറ്റവും വലിയ ബിഗ് കൊമേഴ്ഷ്യൽസ് എടുത്തത് ഷാജി സാറാണ്. ഞാൻ ആ സിനിമകളൊക്കെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്.
നമ്മളുടെ തലയിൽ ഓടിയിട്ടുള്ളത് ആ എനർജി ഭാഗമാണ്. അങ്ങനെയുള്ള എന്താ പറയുക, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതല്ല, അങ്ങനെ ഒരു വർക്കിന് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഒരു ഭാഗ്യം. എന്താ പറയുക, പണിയറിയുന്ന വൃത്തിക്ക് പണിയറിയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളോടൊന്നും അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ജോഷേട്ടൻ എന്താണ് പഠിക്കാൻ പറ്റിയത് ഷാജി കൈലാസ് സാറിന്? സിലബസ് ടഫായതുകൊണ്ട് ഞാൻ പഠിക്കാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഇതെല്ലാം വലിയ സിലബസുകളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ 10ാം ക്ലാസ് PDC ആ ടീമാണ്. ഷാജി സാറിനോടും ഇത് ചോദിക്കണമെന്നാണ് സൈഡിൽ നിന്നൊക്കെ വരുന്നൊരു റിക്വസ്റ്റ്. ഷാജേട്ടാ 2 വാക്ക് ഞാൻ ഭയങ്കര പോവാണ്. ഞാൻ സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. ആർട്ടിസ്റ്റിനെ ഭയങ്കര എനർജി തരുന്ന ആർട്ടിസ്റ്റ്. ആ വരുമ്പോഴേ ആ എനർജി കൊണ്ടാണ് വരുന്നത്. ഒരു പ്രശ്നമില്ലാതെ മനോഹരമായിട്ട് സാറേ ഇത് മതിയോ, ഇങ്ങനത്തെ പോലും മതിയോ, ഇങ്ങനെ ചോദിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. പുള്ളി എല്ലാ സിനിമയും കണ്ട് കാണുക സിനിമ എന്നത് ഭയങ്കര പാഷനായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഭയങ്കര പാഷനായിട്ടുള്ള ലൈഫാണ്. വേറെ ഒന്നിനെ കൊണ്ട് പുള്ളി ഓൺലി സിനിമ. ഇവര് പറഞ്ഞതിനെ പറ്റിയിട്ട് എനിക്കും പറയാനുള്ളത് ജോസിനെ കുറിച്ച്. സിനിമ ഭയങ്കര പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വലിയ മഹാനടൻ. പണ്ടൊക്കെ ചോദിച്ച ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതിനൊരു പരാതിയുണ്ട്, സിനിമ സിനിമ സിനിമ. വേറെ വഴിയില്ലായിരുന്നു. അപ്പൊ അധ്വാനിക്കുന്ന ഒരു നടനാണ്. അഭിനയത്തിന് ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ഒരാൾ എഴുതുമ്പോൾ ഒരുപക്ഷെ ഒരു എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ നടൻ നായകൻ ശല്യപ്പെടുന്ന ആ കാര്യത്തിലായിരിക്കും. ഒരു സീൻ വായിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള അഭിനയിക്കാനുള്ള മുഹൂർത്തത്തെ കുറിച്ച് ആ മനുഷ്യൻ ഇപ്പോഴും ഭയങ്കര ആസ്തിയാണ്. അപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ തോച്ചുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു നടൻ അഭിനയിക്കുന്ന ആ കഥാപാത്രം ആയി വളർന്നാമെന്ന് കാണുമ്പോൾ സന്തോഷം. ഞാൻ ചോദിച്ചുവിൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള ആളാണ്. ആ വളർച്ച കൂടെ നിന്ന് നടന്ന് കാണുന്ന ആളാണ്. ഇനിയും വളരട്ടെ, കൂടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. ഇവൻ ആരാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ പലരും? എൻ്റെ പേര് സൗണ്ട് ഡിസൈനർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രീനിൽ ഫ്രണ്ടിൽ വരുന്ന ആളല്ല, സ്ക്രീനിൻ്റെ പുറകിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇമോഷണൽ സ്പേസാണ് ഇപ്പോൾ ഇവിടെ. കാരണം അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത്, ഞാൻ ഷാജിയായിട്ട് അവരോട് അടുപ്പം എന്ന് പറയുന്നത് നരസിംഹം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീട്ടിൽ, അതായത് എനിക്കൊരു അഡ്രസ്സ് കൂടെ ഉണ്ട്. സൗണ്ട് ഡിസൈനർ എന്ന് പറയുമ്പോൾ അത് വന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല, MG രാധാകൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെ പേരോട് പറയുമ്പം ഈ ഇരിക്കുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? MG ശ്രീമാൻ, എന്നെ ചിറ്റപ്പൻ. സോ ആ ഒരു അഡ്രസ്സും കൂടെ ഉണ്ട്. അപ്പൊ നരസിംഹം എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുമ്പോൾ എൻ്റെ അച്ഛൻ സംഗീതം ചെയ്ത് ചിറ്റപ്പൻ പാട്ട് പാടുന്നു. അതിനകത്ത് ധ്യാനം, ധേയം, നരസിംഹം എന്നുള്ളതിൻ്റെ കോറസ് പാടുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും അച്ഛൻ്റെ കുറേ ശിഷ്യന്മാരും ചിറ്റപ്പനും ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടാണ് കോറസ് പാടാനുള്ള അവസരം കിട്ടിയത്. അങ്ങനെ ഒരു കോറസ് പാടി അന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഷാജിയേട്ടനെ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന്. 4 സിനിമ 5 സിനിമയായി ഞാൻ ഷാജിയേട്ടനോട് വർക്ക് ചെയ്യുന്നു. അത് എങ്ങനെ എനിക്ക് ആ ഇമോഷൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം ഇമോഷണലി വെരി മച്ച് അട്രാക്ട് ടു ദിസ് സ്റ്റേജ്. എൻ്റെ അച്ഛൻ്റെ പാട്ട് വിളിച്ചിട്ടോ പാടുകയും ചെയ്തിട്ട് പാടുന്നത് കേൾക്കാനായിട്ട് ലൈവായിട്ടൊരു അവസരം കൂടി കിട്ടി. താങ്ക് യു സോ മച്ച്. അങ്ങനെ പറയാനുള്ളൂ. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്ക്രീനിന്റെ പുറകെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൽ വരാറില്ല. അതുകൊണ്ട് വേറെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു മൊമെന്റ് ആയിട്ട് ഞാൻ പ്രഷർ ചെയ്യുന്നു. ഇവൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണമല്ലോ. എനിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ ഞാൻ മേടയിൽ വീട്ടിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു. അന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ 7 മണിക്ക് വന്ന് പറഞ്ഞു. അന്ന് മൊബൈലൊന്നും ഇല്ല. രാജൻ ഗോമെന്ന് പറഞ്ഞ് ചിറ്റപ്പന് നാഷണൽ അവാർഡ് ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടും. പക്ഷേ
ഇവന് 7 നാഷണൽ അവാർഡ് കിട്ടും. ഇല്ലേ? എത്ര ഉണ്ട്? 3 കിട്ടി. പോട്ടെ, സാരമില്ല. അതായത് ഇനിയിപ്പോ കിട്ടാൻ പോവാണ്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ ഇൻ ഇന്ത്യ. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, വർക്ക് ചെയ്യുന്ന മലയാളം, തമിഴ്, ഹിന്ദി, തെലുഗു, കന്നഡ, ഇത്രയും ഭാഷകളിൽ വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് യു. വെരി അതായത് ഇപ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓവർവെൽംഡായി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഷാജി സാറിന്റെ രണ്ടാമത്തെ പടത്തിലാണ് നേരത്തെ അഭിനയിച്ച സിനിമയാണ് കടുവ. കടുവയില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ വേഷമെന്ന് കരുതി അഭിനയിച്ചപ്പോൾ തോന്നിയിരുന്നൊരു വേഷം സിനിമ വന്നു കഴിയുമ്പോൾ എൻ്റെ മറ്റുള്ള സിനിമകൾ പോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ആ കടുവയിലെ വേഷം നന്നായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ സിനിമ വീണ്ടും ഒന്നുകൂടെ കാണുന്നത്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് അത് എത്രയും ഭംഗിയായിരുന്നല്ലോ. കാരണം മൈന്യൂട്ടായിട്ടുള്ള ചില ആക്ഷൻസ് പോലും സാറത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് അന്ന് നന്ദി പറയാൻ സാധിച്ചില്ല. കാരണം അതിനുശേഷം പിന്നീട് കാണുന്നത് ഞങ്ങൾ കാണുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരവനിക്ക് വേണ്ടി. ചെറുപ്പം പോലെ സാറിന്റെ ചെറുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രായത്തിന് ശേഷമുള്ള സാറിന്റെ ആദ്യകാല പടങ്ങൾ പോലെ ഞാൻ കാണുന്നതാണ് എല്ലാ സിനിമയും. ഒപ്പം അതേപോലെ സാറിന് ജോഷി സാറിന്റെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്, ജോഷി സാറിന്റെ പടവും അതിനു മുൻപ് സേതുമാധവ മാഷിന്റെ പടങ്ങളായിരുന്നു. ഒപ്പം ആ സ്ഥാനത്തേക്ക് പിന്നെ ജോഷി സാറ്, ഷാജി സാറ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പടങ്ങളാണ് എനിക്ക് സിനിമയിലൊക്കെ കൂടുതൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ പല പ്രാവശ്യം കാണുകയും ചെയ്തു. ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിരവധി പ്രാവശ്യം കാണും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമയിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും കാണും. ഒരു നടനായാലും നടിയായാലോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആയാലോ ക്യാമറ ആയാലോ അത് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സിനിമ ഞാൻ വീണ്ടും വീണ്ടും കാണും. എന്തായാലും ഈ വരവ് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർ ആദ്യം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ എന്നെ ഇനി അടുത്തൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കണം എന്ന് അദ്ദേഹം എൻ്റെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു എന്നത് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒപ്പം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ജോജു, ആ ചേട്ടൻ ചെല്ലുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പൊ നേരത്തെ ജോജിനോട് പറഞ്ഞിരുന്നു ഇന്നയാള് എന്നെ രക്ഷപ്പെടുന്നത് എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അന്നേരം ഉറപ്പിച്ചു ചേട്ടൻ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ജോജു പറഞ്ഞ് എന്നോട് പറഞ്ഞു. അതും എനിക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം. ഇതൊക്കെ വെച്ച് ഈ പഠനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ പ്രേക്ഷക മനസ്സിന് വളരെയധികം ഒരു വിജൃംഭിക്കുക എന്നൊക്കെ നമ്മൾ പറയുകയില്ലേ, അപ്പൊ അതുപോലെ ഒരവസ്ഥയിൽ ജിജ്ഞാസാഭരിതമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അപാരം കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഈ സിനിമ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ചു പറയാറുള്ളത്. ഒപ്പം ഈ സിനിമയിൽ സഹകരിച്ച അല്ലെങ്കിൽ ഒപ്പം സഹകരിച്ചിരുന്ന എല്ലാ ആളുകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യം മുതൽ എന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്തപ്പോൾ മുതലുണ്ടായിരുന്ന ജോബി ഉൾപ്പെടെ ഉള്ള ആളുകൾ. ജോബി ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്. ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. എന്തായാലും എല്ലാം കൊണ്ടും ഒരു വലിയ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. ഇത് 100% വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുവാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം. എല്ലാത്തിലും ഉപരിയായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും
ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതിനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലൻ സാറിൻ്റെ, കൃഷ്ണമൂർത്തി സാറിൻ്റെയും എൻ്റെ സ്വന്തം പയ്യനും കൂടെ ആയ സുജിത്തിൻ്റെയും കൂടെ ഒക്കെ ഒരു സഹകരണത്തിൽ ഗോകുലം ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിൽ അവർക്ക് വേണ്ടിയും അവരോടൊപ്പം സഹകരിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിന് എൻ്റെ പ്രത്യേകമായ നന്ദി ഒരു നടൻ എന്നുള്ള നിലയിൽ ആ സിനിമ വിജയിക്കേണ്ടത് എൻ്റെയും കൂടെ ബാധ്യതയാണല്ലോ, എൻ്റെയും കൂടെ കടമയാണല്ലോ എന്ന് ഓർത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു, കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഡിന്നറിനുള്ള ടൈം ആയതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് അറിയാം. ആദരണീയായ ജോഷി സർ, ഷാജി സർ, ശരവണൻ സാർ, എം.ജി. കുമാരേട്ടൻ, സാരൻ ചേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഞാനും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു കിൻഡൽ ഇടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഒരു അതിഗംഭീര പടമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി സാർ, A.K. സാരൻ ചേട്ടൻ്റെ കോംബോയിൽ ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഷാജി സാറിൻ്റെ വേറെ 2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. When the heart is full, the words are few. When the words are few, there is nothing to say. Thank you. ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യം എനിക്കുണ്ട്. കമ്മീഷണർ സുശീല ടീച്ചർ തൊട്ട് ഷായിച്ചേട്ടൻ്റെ 1-2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞാൽ പുറത്തറിയാൻ പാകത്തിന് തന്നെ FIRലെ ആലീസ് ആയാലും അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരു പടത്തിലാണ് ഞാൻ. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ഇതിലെ പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പം ന്യൂ ജനറേഷൻ ഒരുപാട് പേര് ഫ്രണ്ടിലിരിപ്പുണ്ട്. പക്ഷേ വാണി വിശ്വനാഥൻ പറഞ്ഞൊരാൾ IPS എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് വാണി വിശ്വനാഥൻ തന്നെയാണ്. അത് നമ്മുടെ ഷായിച്ചേട്ടൻ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ലുക്ക് വൈസും എല്ലാം ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വാണിച്ചത്. വാണി വരാത്തതുകൊണ്ടും അതുപോലെ തന്നെ സുകന്യാണ്, അമ്മായിമേലൊക്കെ ഞങ്ങൾ ഒരുപാട് ചേച്ചി അനിയത്തിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാത്ത ആൾക്കാരും ഈ പടത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ അവിടെ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പോയപ്പോൾ കണ്ടതാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോർജിൻ്റെ ഒരു എഡിസീനാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടി ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുകയാണ്. വഴി ഇട്ടിട്ട് ആ ചെവിയുടെ ആ മൂളക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ആ മൂളക്കം നിങ്ങളുടെ ഇടയിലേക്ക് കിണ്ടലായിട്ടല്ല, അതൊക്കെ മേലെയായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളാണ് ഈ പടം, ഷായിച്ചേട്ടൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ പടത്തിൻ്റെ ഒരു ചെറിയ കൂട്ടത്തിൽ നിൽക്കാൻ വരെ ആൾക്കാർ അത്രയും എന്താ പറയുക, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പടങ്ങളായിരിക്കും എല്ലാം. അപ്പൊ അതിൽ ഒരു ചെറിയ വേഷത്തിൽ പോലും കാത്തിരുന്ന ഷായിച്ചേട്ടൻ്റെ ഈ പടം ഒരു വരവ് തന്നെയായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഒരു പടത്തിന്റെ പുറകിൽ നമ്മൾ പ്രൊഡ്യൂസറായാലും ചേർത്ത് നിർത്തി ആ പടം മുന്നോട്ട് കൊണ്ടുപോകണം. ക്യാമറയാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പടം തന്നെയായിരിക്കും വരവ്. അപ്പൊ എല്ലാവരും കാണാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എല്ലാവരും അതിനുള്ള പ്രോത്സാഹനം ഒക്കെ തരിക. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഷായിച്ചേട്ടനും എൻ്റെ സുഹൃത്താണ് ആനി. ആ കുടുംബം, പിന്നെ മക്കളെ 2 പേരെ ഞാൻ കണ്ടത് ആ സമയത്താണ്. മോനും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരുമാണ് ആ ഒരു ഫാമിലിയുടെ ശക്തിയും കൂടിയാണ് ഷായിച്ചേട്ടൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇവരുടെ ഫാമിലിയോടൊപ്പം കൂടെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ജോജുവിനെ ഒന്നും പറയാനില്ല, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുള്ള പരിചയമാണ്. പക്ഷേ ഇതുപോലെ ഇനിയും ഒരുപാട് പടങ്ങൾ ജോജുവിന് കിട്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷി ചേട്ടാ, എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പ്രായം കുറെ കൂടി വരിക. അമ്മയായാലും ഇനി എനിക്ക് പറ്റിയ വേഷം വിചാരിക്കേണ്ട, ഏത് റോളായാലും ഞാൻ ചെയ്തോളാം. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോഷിയുടെ പടത്തിൽ അഭിനയിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ സിനിമാകത്തുള്ള എല്ലാവരും. അതിലൊരാളാണ് ഞാനും. എന്തായാലും ഇനിയും ജോഷിയുടെ പഴയ പടങ്ങൾ പോലെ തന്നെ ഒരുപാട് നല്ല പടങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം. ജോജു ജോർജിന്റെ 3ാമത്തെ ചിത്രമാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. ആദ്യം വിതരണം ചെയ്ത ചിത്രം ജോഷി സാറിന്റെ ആന്റണിയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഡയറക്ട് ചെയ്ത പണി വിതരണം ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ഇപ്പം ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ഈ ചിത്രം തിയേറ്ററിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 100% ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ഓരോ ഓഡിയൻസിനും ഉറപ്പായിട്ടും
അവരുടെ 100% സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ തിയേറ്ററിൽ തിറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ മിക്സിങ്ങും ഫൈനൽ പ്രൊഡക്റ്റും കണ്ട ഒരു കോൺഫിഡൻസോടും കൂടി പറയാൻ പറ്റും. ചിത്രം തീർച്ചയായും നല്ലൊരു ഔട്ട്പുട്ട് തിയേറ്ററിൽ തരും. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. 2 ദിവസത്തിനുള്ളിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് സഹകരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ജോജു ജോർജിന്റെ ഈ ഏറ്റവും അധികം സ്ക്രീനുകളിൽ എത്തുന്ന ചിത്രവും ഈ സിനിമ ആയിരിക്കും എന്ന് ഇവിടെ അറിയിക്കുന്നു. ഏറ്റവും അധികം സ്ക്രീനുകളിൽ, അതായത് കേരളത്തിൽ മാത്രം 220-ലധികം സ്ക്രീൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ 402 സ്ക്രീൻസ് ആണ് ഇന്ത്യയിൽ മാത്രമുള്ളത്. ഓവർസീസിൽ നമ്മൾ 600-ന് മുകളിൽ സ്ക്രീനിലാണ് ഈ ചിത്രം ഈ 16-ാം തീയതി തിയേറ്ററിൽ എത്തുന്നത്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇതിനെ അറിയിക്കുന്നു. ശ്രീ ഗോകുൽ മൂവീസ് വളരെ ഒരു മികച്ച വിതരണം ശൃംഖല തന്നെയാണ് ചിത്രത്തിന് റെഡിയാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട്നേഴ്സിനെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ എത്തി തന്നെ ചിത്രം കാണുന്ന ഒരു കൂടെ